നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നദീതീരത്ത് വലിയൊരു സൈനിക വ്യൂഹം വന്ന് അണിനിരന്നിരിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഈ നദിയുടെ നടുവിൽ നിലകൊള്ളുന്ന ഒരു ദ്വീപ് രാഷ്ട്രമുണ്ട്. അവരെ ആക്രമിക്കുക, കീഴടക്കുക. ഇതിനു വേണ്ട എല്ലാ സന്നാഹവുമായിട്ടാണ് ഇവർ ഈ നദീമുഖത്ത് ഇങ്ങനെ വന്ന് നിരന്ന് നിൽക്കുന്നത്. 10,000-ന് മുകളിൽ വരുന്ന കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, ചെറിയ വള്ളങ്ങൾ, വലിയ നൗകകൾ, അങ്ങനെ തുടങ്ങി ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഇവരോടൊപ്പമുണ്ട്. ഇനി ഇവർക്ക് വേണ്ടത് ഇവരുടെ രാജാവിൽ നിന്നുള്ള അന്തിമ നിർദ്ദേശമാണ്. ആക്രമിക്കാനുള്ള നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഏത് നിമിഷത്തും എതിർ രാജ്യത്തിന് നേരെ ഇരമ്പിക്കയറാൻ ഈ സേന സജ്ജരാണ്. ആരാണ് ഇങ്ങനൊരു ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത്? അത് മറ്റാരുമല്ല, യുദ്ധതന്ത്രങ്ങളിലും രാജ്യതന്ത്രങ്ങളിലും പേര് കേട്ടിട്ടുള്ള മഹാനായ ചക്രവർത്തി വീരസിംഹൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈന്യം വന്ന് അണിനിരന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ വീരസിംഹൻ? വാരണപുരി സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി. വർഷങ്ങളായിട്ട് ഈ വീരസിംഹൻ്റെ തലമുറയിൽപ്പെട്ടവർ തന്നെയായിരുന്നു ഈ രാജ്യം ഭരിച്ചു വന്നിരുന്നത്. അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ വീരസിംഹപുരി എന്നായിരുന്നു ഈ രാജ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് എങ്ങനെയാണ് വീരസിംഹപുരി വാരണപുരിയായി മാറിയത്? അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആനപ്പട കാരണമാണ് ഈ രാജ്യത്തിന് ഈ പേര് കിട്ടിയിട്ടുള്ളത്. തൻ്റെ ആനപ്പടയെ മുൻനിർത്തി തന്ത്രങ്ങൾ മെനയാൻ പ്രഗത്ഭനായിരുന്നു വീരസിംഹൻ. തൻ്റെ സേനയുടെ ഏതാണ്ട് 4 ഇരട്ടി വലിപ്പമുള്ള ഒരു മഹാസേനയെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് വീരസിംഹനും അദ്ദേഹത്തിൻ്റെ ആനപ്പടയ്ക്കും. ആനപ്പടയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു വീരസിംഹന്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പങ്കെടുത്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇദ്ദേഹത്തിന് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് കാലമായി ഇദ്ദേഹം ഈ പടയോട്ടം തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് കിട്ടിവരുന്ന ഈ വിജയം അദ്ദേഹത്തിൻ്റെ സൈനികർക്കിടയിൽ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, വീരസിംഹൻ്റെ യുദ്ധതന്ത്രങ്ങളിലും വീരസിംഹനിലും ഈ സൈനികർക്കെല്ലാവർക്കും വലിയ മതിപ്പും വിശ്വാസവുമുണ്ട്. ഇത് തന്നെയാണ് ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഏതൊരു രാജാവിനും വേണ്ട ആത്മവിശ്വാസവും. തൻ്റെ സൈനികർ തന്നോടൊപ്പമുണ്ടെന്നും തന്നെ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏത് രാജ്യത്തെയും എത്ര വലിയ സേനയെയും നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും.